ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയം 4-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖാഃ. സന്ധിവിച്ഛേദം നോക്കാം. താരം അന്തഃ അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാത് അധ അപഹൃത്യ ആസ്മഹേ ഭവദുപാസനോന്മുഖാഃ. പദച്ഛേദം പ്രാണവായും. അർത്ഥമുള്ള 2 അതിലധികമോ പദങ്ങൾ ചേർന്ന് നിൽക്കുന്നതിനെ പ്രത്യേകമായിട്ട് പിരിച്ചു കാണിക്കുന്നതാണ് പദച്ഛേദം. ഭവത് ഉപാസന ഉന്മുഖാഃ. അർത്ഥം നോക്കാം. താരം നമുക്കറിയാം ഓംകാര മന്ത്രം. ഓംകാരം. അന്തഃ സന്തതമനുചിന്യ, ഉള്ളിൽ ആ മന്ത്രത്തെ തുടരെ ധ്യാനിച്ച് പ്രാണവായും അഭിയമ്യ, പ്രാണനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് നിർമ്മലാഹ, ചിത്തശുദ്ധി, അന്ധകരണ പരിശുദ്ധി, രാഗ ദ്വേഷ മാലിന്യമൊന്നുമില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത മനസ്സ് നേടിയിട്ട് അധ അനന്തരം ഇന്ദ്രിയാണി വിഷയാത അപഹൃത്യ, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുവന്നിട്ട് ഭവദുപാസനോന്മുഖാഃ, അങ്ങയെ ഉപാസിക്കുന്നതിൽ ഉത്സുകരായി ആസ്മഹേ, ഞങ്ങൾ ഇരുന്നു കൊള്ളാം. ഓം, അത് പ്രണവം, ശബ്ദബ്രഹ്മമാണ്. ഭഗവത്ഗീതയില് 17-ാം അധ്യായത്തില് അർജുനന് ഭഗവാൻ ഉപദേശിക്കും. ഓം തത്സത് ഇതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ. ഓം എന്നും തത് എന്നും സത്ത് എന്നും ബ്രഹ്മത്തിന് 3 നാമങ്ങൾ ഉപനിഷത്തുകളിൽ കാണപ്പെടുന്നു. ഈ മന്ത്രം നിരന്തരം ജപിക്കുകയാണെങ്കിൽ നമ്മെ അത് സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യിക്കുന്നു. തരണം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ താരകമന്ത്രം എന്ന് പറയുന്നു. ഇനി ഉച്ചത്തിൽ ഗാനം ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇതിനെ സാമവേദത്തിൽ ഉദ്ഗീതം എന്ന് പറയുന്നു. എല്ലാ വേദമന്ത്രങ്ങളുടെയും ആദിയിൽ ഉച്ചരിക്കപ്പെടുന്നത് കൊണ്ട് ഈ മന്ത്രത്തെ പ്രണവം എന്ന് പറയുന്നു. പ്രകർഷേണ നൂയതേ ഇതി പ്രണവഃ. എല്ലാ മന്ത്രങ്ങളിലും വെച്ച് ശക്തിമത്തായ മന്ത്രമാണ് ഈ പ്രണവം. പ്രപഞ്ചത്തിന്റെ തന്നെ നാദമാണ് പ്രണവം, അല്ലെ? അത്രയും ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ചെവിയോർത്താൽ നമുക്ക് ആ ഓംകാരത്തെ കേൾക്കുവാൻ സാധിക്കും. അപ്പോ ഇത് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഓം ഉച്ചരിക്കുന്നത് കൊണ്ട്, ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. ഇത് മംഗളമാണ്, മോക്ഷപ്രദമാണ് എന്ന്, പരമഗതിയെ നൽകുവാൻ സാമർഥ്യമുള്ളതാണ് എന്നും ഭഗവാൻ അർജുനന് ഉപദേശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഈ പ്രണവം, താരകമന്ത്രം, അതാണ് അതിനെ. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തില് പ്രണവത്തിന്റെ ധ്യാനവും അതേപോലെ പ്രാണവായുവിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത്, അതായത് പ്രാണായാമവും ഒരുമിച്ച് ഇവിടെ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഈ
ശ്ലോകത്തില്. അപ്പോൾ എന്താണ് പ്രണവത്തിന്റെ നാം നോക്കി. ഇനി പ്രാണായാമം തസ്മിൻ സതി ശ്വാസ പ്രശ്വാസയോഹോ ഗതിവിച്ഛേദ പ്രാണായാമ എന്നാണ് യോഗസൂത്രം പറയുന്നത്. യമനിയമങ്ങൾ പറഞ്ഞു. യമനിയമങ്ങൾ കൊണ്ട് മനസ്സടക്കം വന്നിട്ട് ശരീരവും മനസ്സും ശുദ്ധമാക്കിയ ആ ഒരു സാധകൻ ശ്വാസ പ്രശ്വാസങ്ങളുടെ സ്വാഭാവിക ഗതിക്ക് ആയാമം, ബോധപൂർവമായ ഒരു ഗതിവിച്ഛേദം കൊണ്ടുവരുത്തുന്ന അഭ്യാസമാണ് പ്രാണായാമം. സുഖാസനത്തിൽ ഇരിക്കുന്ന കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. സുഖാസനത്തിൽ ഇരുന്ന് കുറച്ച് സമയം അടങ്ങിയിരിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ ആസനത്തിൽ ഇരുന്നു കൊണ്ട് പൂരക കുംഭക രേചകം പ്രക്രിയകളാൽ പ്രാണായാമം പൂർത്തിയാക്കാൻ സാധിക്കും. വായുവിനെ ശ്വസിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നത് പൂരകം, കുറച്ച് സമയം ഉള്ളിൽ നിർത്തുന്നത് കുംഭകം, ഇനി സാവധാനത്തിൽ പുറത്തേക്ക് വിടുന്നത് രേചകം. അപ്പോ ഇങ്ങനെ ഈ പ്രാണായാമം കൊണ്ട് നമുക്ക് 3 ഘട്ടങ്ങളിലൂടെ നാം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നേട്ടം? അതാണ് പ്രാണായാമം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തിനുള്ള ഉണർവാണ്. രക്തത്തില് കൂടുതൽ പ്രാണശക്തി കലർന്നു വരും. കാലം കൊണ്ട് നമുക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനുള്ള കഴിവും സാധ്യമാകും എന്നാണ്. എല്ലാ പേരുടെയും ദേഹത്തില് കഴുത്തിലെ എല്ലിന്റെ ഇടത്തും വലത്തുമായിട്ട് ഇടാ പിങ്കള എന്ന 2 നാഡികളുണ്ട്. രണ്ടിനും നടുക്കാണ് സുഷുമ്നാ നാഡി. സുഷുമ്നാ നാഡിയുടെ താഴത്തെ അറ്റത്ത് ത്രികോണ ആകൃതിയിലുള്ള ഒരു പേടകം പോലെ അതിനകത്താണ് 3.5 ചുറ്റ് കുണ്ടലിനി ശക്തി വർത്തിക്കുന്നത് എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ മൂലാധാരം ഉണ്ട് ത്രികോണാകൃതിയില്, അതിനുള്ളിലാണ് കുണ്ടലിനി ശക്തി ഇരിക്കുക. അപ്പൊ എല്ലാ പേർക്കും കുണ്ടലിനി മാർഗം തുറന്നിരിക്കുകയില്ല. അതിനെ പ്രാണായാമം കൊണ്ടാണ് മെല്ലെ മെല്ലെ ഉണർത്തേണ്ടത്, തുറന്ന് ഉണർത്തേണ്ടത്. അതുവഴി മൂലാധാരത്തിലൂടെ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ചക്രങ്ങൾ അല്ലെങ്കിൽ പടികൾ കടന്ന് മൂർധാവിലുള്ള സഹസ്രാര പത്മത്തിൽ എത്തണം. അവിടെ എത്തിയാൽ ബ്രഹ്മത്തെ പ്രത്യക്ഷപ്പെട്ട് കാണാം. ഇതാണ് പ്രാണായാമത്തിന്റെ പരമമായ ഫലമെന്നാണ് ആചാര്യന്മാർ അനുശാസിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഓരോ ആജ്ഞാചക്രം വഴിയും കുണ്ടലിനി ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണ് യോഗി വര്യന്മാര് ചെയ്യുന്നത്. പ്രാണായാമത്തിന്റെ ഫലം അതാണ്. എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ച ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത് ഈ 6 ചക്രങ്ങളിലൂടെ കടന്ന് ശിവശക്തി ഐക്യമുണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ്. ഈ പ്രാണായാമം ചെയ്യുന്നത് പ്രണവധ്യാനത്തോടെ ആണെങ്കിൽ ഏറെ ഉത്തമമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അത്രേ. അപ്പോൾ പ്രണവോച്ചാരണവും പ്രാണായാമവും യോജിക്കാൻ വിഷമമുള്ളത് കൊണ്ട് ആണ് പ്രണവധ്യാനം എന്ന് പറഞ്ഞത്. രണ്ടും കൂടി പറ്റില്ലെങ്കിൽ പ്രണവധ്യാനം ധ്യാനിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോ മനസ്സുകൊണ്ട് ഓംകാരത്തെ ധ്യാനിക്കുക, അതാണ് പ്രണവധ്യാനം. ധ്യാനിക്കുക, അത് നമുക്ക് ഇങ്ങനെ ഒരു നേട്ടത്തെ അല്ലെങ്കിൽ ഉത്കർഷമായ അവസ്ഥയെ തന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് പ്രത്യാഹാരവും ഉണ്ടാവുക. പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങൾ എപ്പോഴും അവർക്ക് സഹജമായി ഇരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന വിഷയബന്ധം വിട്ടിട്ട് ചിത്തത്തിൽ വന്ന് ലയിക്കണം.
ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു പിടിച്ചു കൊണ്ടുവന്നിരുത്തുവാനുള്ള ഒരു ശക്തി ആർജിക്കണം. അത് ഇങ്ങനെ പടിപടിയായിട്ടാണ് ആർജിച്ചെടുക്കുക. അപ്പോൾ ബാഹ്യ ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ജ്ഞാനേന്ദ്രിയങ്ങള് ആ വിഷയങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അന്തർമുഖരായിട്ട് വരണം, ഉള്ളിലേക്ക് നോക്കണം. നാം കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആവൃത്ത ചക്ഷുഹു അമൃതത്വം ഇച്ഛൻ. ഒരാള് കശ്ചിത് ധീരഹ, ഒരു ധീരൻ, അതായത് വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിടിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരാള് ഈ അമരത്വത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉള്ളിലേക്കാണ് നോക്കുക. പുറമേക്ക് നോക്കില്ല, ഉള്ളിലേക്ക് അന്തർമുഖനാകണം. അപ്പോഴാണ് ആ ഉൾക്കണ്ണ് ഭഗവത് രൂപത്തെ ദർശിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ആ ഇന്ദ്രിയങ്ങൾ ഭഗവത് ഉന്മുഖമാക്കുകയുമാണ് നമ്മുടെ ലക്ഷ്യമായി മാറേണ്ടത്. വിഷയങ്ങളിൽ നിന്ന് മാറി പ്രത്യാഹാരം ദീർഘമായ ഒരു അഭ്യാസം കൊണ്ട് നമുക്ക് ശീലമായി വന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് ഭഗവത്പരമാക്കി വയ്ക്കുവാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ യോഗമാർഗങ്ങൾ നമുക്ക് ഇവിടെ വർണ്ണിച്ചു തന്നിരിക്കുന്നത്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന സംസാര വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് മുക്തമാക്കി ഏകാഗ്രമാക്കി ഇരുത്തുന്ന അവസ്ഥയാണ് പ്രത്യാഹാരം. നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ എളുപ്പമാണോ അല്ലെങ്കിൽ പ്രയാസം എന്നൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും അല്ല. ഒരിക്കൽ കേൾക്കുന്നത് കൊണ്ടായില്ല, സത്സംഗങ്ങൾ നിരന്തരം കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് സത്സംഗ ലാഭം ഉണ്ടാകുന്നത്. ഈ വാക്കുകളെ അല്ലെങ്കിൽ അർത്ഥത്തെ നാം തന്നെ മനനം ചെയ്യുന്നത് കൊണ്ട്, നിരന്തരം കേൾക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അത് നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാൻ നമ്മെ സഹായിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ പ്രയാസം തോന്നുന്ന ഈ തത്വങ്ങൾ കൂടി നമുക്ക് എളുപ്പമായി വരും. ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പേരുടെയും പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് പാദങ്ങളിൽ പ്രണമിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.